Hi all, welcome back to the Atomic Literature. So today we are going to discuss the essay Genealogies in Indian Literature, which is written by the writer P.P. Raveendran. Before moving on to this essay, നമുക്ക് P.P. Raveendran എന്ന റൈറ്ററിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് നോക്കാം. സോ P.P. Raveendran എന്ന് പറയുന്നത് he was an academic, ഒരു ക്രിട്ടിക്, ഒരു എഡിറ്റർ, അതേപോലെ തന്നെ ഒരു ട്രാൻസ്ലേറ്റർ കൂടിയാണ്. അദ്ദേഹം മോഡേൺ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലും ഇന്ത്യൻ ലിറ്ററേച്ചറിലും അതോടൊപ്പം തന്നെ കൾച്ചറൽ സ്റ്റഡീസിലുമായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്, സ്പെഷ്യലൈസ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് ഫേമസ് ആയിട്ടുള്ള വർക്കുകൾ എന്ന് പറയുന്നത് ഇടപാടുകൾ, ഫൂക്കോ, സംസ്കാര പഠനം, കമലാദാസ്, ദ കാറ്റ് ഈസ് മൈ ഗ്രീഫ് ടുഡേ, ഈവൻ ദിസ് എസ്സേ ജീനോളജീസ് ഇൻ ഇന്ത്യൻ ലിറ്ററേച്ചർ, ഇതൊക്കെയാണ് അദ്ദേഹത്തിന് ഫേമസ് ആയിട്ടുള്ള വർക്കുകൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഈ ഒരു പർട്ടിക്കുലർ എസ്സേയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമുക്കറിയാം ജീനിയോളജീസ് അല്ലെങ്കിൽ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നതിനെ കുറിച്ചാണ്. ഇദ്ദേഹം ഈ ഒരു എസ്സേ തുടങ്ങുന്നത് തന്നെ ഈസ് ബൈ ആസ്കിങ് എ ക്വസ്റ്റ്യൻ. ഒരു വളരെ റെലവൻ്റ് ആയിട്ടുള്ള, നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ബി ഇന്ത്യൻ? എന്താണ് ഒരു ഇന്ത്യൻ, ഒരു ഇന്ത്യക്കാരനാക്കുന്നത്? സോ വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ബി ആൻ ഇന്ത്യൻ? ആൻഡ് ഹി സേസ് ദാറ്റ് ഈ ഒരു ഇന്നത്തെ ഈവൻ ഇൻ ദ റീസെൻറ്റ് ഡേയ്സ് ഏറ്റവും വളരെ ഹീറ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിബേറ്റ് ഉള്ള ഒരു കാര്യമാണ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി ടു വേർഡ്സ്. അതായത് ഇന്ത്യൻ ഇസ് ദ വൺ വേർഡ് ആൻഡ് ദ അതർ വേർഡ് ഇസ് ലിറ്ററേച്ചർ. ഈ രണ്ടിൻ്റെയും ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഈവൻ ഇറ്റ് ഇസ് ടുഡേ ഇറ്റ് ഇസ് എ വെരി ഹീറ്റിംഗ് കൈൻഡ് ഓഫ് എ ഡിസ്കഷൻ ടോപ്പിക് എന്നാണ് പറയുന്നത്. പിന്നെ ഇന്ത്യൻ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ബോത്ത് ദീസ് ടേംസ് എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ്, ഇന്ത്യയിലെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൻ്റെ സമയത്ത് ഒരു മാറ്റർ ഓഫ് ഡിസ്കഷൻ ആയിരുന്നു. കാരണം ആ സമയത്ത് നമുക്കറിയാം ആ ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ ദർ ആർ ബോത്ത് സോഷ്യൽ അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ഫ്രണ്ട്സിലും ദർ വർ ഇഷ്യൂസ് ഓർ കോൺഫ്ലിക്റ്റ്. അതിനുശേഷമാണ് നമ്മുടെ റൈറ്റർ എന്താണ് ഈ നമ്മുടെ ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ ഹിസ്റ്ററി എന്ന് ഫൈൻഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് നമ്മൾ പിന്നെ കാണുന്നത്. സോ നമുക്കറിയാം ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ ഒരു ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് എൻ അംബ്രല്ല ടേം. അതായത് അതിൻ്റെ അകത്ത് തന്നെ എല്ലാം വരും. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ വർക്ക്സ് വിച്ച് ഇസ് റിട്ടേൺ ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. അതിൻ്റെ അകത്ത് സാൻസ്ക്രിറ്റ് ഉണ്ട്, പ്രാകൃത് ഉണ്ട്, പാലി, തമിഴ്, തെലുങ്കു, പെർഷ്യൻ, ഉറുദു, അതുപോലെ വെറൈറ്റി ഓഫ് അതർ ലാംഗ്വേജസ് ചേരുന്നതാണ് നമ്മുടെ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇന്ത്യൻ ലിറ്ററേച്ചറിനെ ഡിഫൈൻ ചെയ്യാൻ പറയുന്നത് അത്ര ഈസിയുള്ള കാര്യമല്ല. കാരണം ഇപ്പം നമുക്ക് കനേഡിയൻ ലിറ്ററേച്ചർ, അറേബ്യൻ ലിറ്ററേച്ചർ, അറബിക് അല്ലെങ്കിൽ അമേരിക്കൻ ലിറ്ററേച്ചർ, ഇതിനെല്ലാം ഒരു സ്പെസിഫിക് ഒരു ഹിസ്റ്ററി ഉണ്ട്. കാരണം പല ലാംഗ്വേജസ് ഇല്ല അവിടെ. പക്ഷെ അതുപോലല്ല നമ്മുടെ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ആസ് വി നോ ദാറ്റ് ഇന്ത്യ ഈസ് എ ഡൈവേഴ്സ് കൺട്രി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ നിന്നുള്ള വർക്കുകൾ നമ്മുടെ ഇന്ത്യൻ ലിറ്ററേച്ചറിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നൊരു ടേം ഡിഫൈൻ ചെയ്യുന്നത് അത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമാണെന്നാണ് പറയുന്നത്. But when we talk of a secular and diverse nation like ours, it is very superficial to discuss a handful of work from one or two of the many disciplines in the nation. അതായത് നമ്മുടെ ഒരു ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് എന്താ, ഒരു ഹാൻഡ്ഫുൾ ഓഫ് വർക്ക്, അതായത് ഇഷ്ടം പോലെ വർക്കുകളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഒന്നോ രണ്ടോ വർക്കിനെ അല്ല ഒന്നോ രണ്ടോ ആളുകളുടെ വർക്കിനെ എടുത്ത് പഠിച്ചിട്ടൊന്നും നമുക്കൊരു ഇന്ത്യൻ ലിറ്ററേച്ചർ ഒന്നും നമുക്ക് നേടാൻ പോകുന്നില്ല. കാരണം ഡെസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ് ദേ ആർ ഓവർ 2000 years old. കാരണം ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ അത്രയും വളരെ പഴക്കമേറിയ ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല ഇന്ത്യൻ ലിറ്ററേച്ചർ ഈസ് വെരി ഏൻഷ്യന്റ് ആൻഡ് ഇറ്റ് ഈസ് ആസ് ഓൾഡ് ആസ് ദ ഓൾഡ് പെയിൻറ്റിങ്സ് ആൻഡ് സ്കൾപ്ചേഴ്സ്. നമ്മുടെ ഓൾഡ് പെയിൻറ്റിങ്ങും ഓൾഡ് സ്കൾപ്ചേഴ്സിനേക്കാളും അത്രയും പഴക്കമുള്ള ഒരു ലിറ്ററേച്ചർ എന്നാണ് നമുക്ക് നമ്മുടെ ഇന്ത്യൻ ലിറ്ററേച്ചറിനെ വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. അത് മാത്രമല്ല അതിനൊരു തിയറട്ടിക്കൽ ബേസിൽ ഇപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനാണ് നമുക്ക് പറയാം ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നൊരു ഇന്ന പീരീഡ്, റൊമാൻറ്റിക് പീരീഡ്, അങ്ങനെ ഓരോ പീരീഡ് നമുക്ക് പറയാം. പക്ഷെ നമ്മുടെ ഇന്ത്യൻ ലിറ്ററേച്ചറിന് അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം ബിക്കോസ് ഓഫ് ദിസ് ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. പിന്നെ ഇൻ ദിസ് എസ്സേ ഈ ഒരു റൈറ്റർ എന്താണ് ശ്രമിക്കുന്നത്, ഹി ഈസ് ആക്ച്വലി ട്രൈങ് ടു ട്രേസ് ദ ജീനിയോളജി ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ വിച്ച് ബിഗാൻ ഇൻ ദ ലേറ്റ് 19th century. ഒരു ഇന്ത്യൻ ലിറ്ററേച്ചറിന് ഒരു പ്രോപ്പർ ജീനിയോളജി ആദ്യമായി കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് അതൊക്കെ തുടങ്ങുന്നത് ലേറ്റ് 19th centuryയിലാണ്. അതും യൂറോപ്യൻ സ്കോളേഴ്സാണ് ശ്രമിക്കുന്നത്. അവർ കുറെ കൂടി ഇന്ത്യൻ ലിറ്ററേച്ചറിലൂടെ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെന്ന്. പക്ഷേ ഈവൻ ദ ഐഡിയ ഓഫ് ദി യൂറോപ്യൻ സ്കോളേഴ്സ് ഹു വർ ഇൻറ്റോളജിസ്റ്റ് അബൌട്ട് ഇന്ത്യൻ ലിറ്ററേച്ചർ, അവരെല്ലാം ദേ വർ ബയസ്ഡ് ടുവേർഡ്സ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ. നമുക്കറിയാം നമുക്കൊരു ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ നമ്മളൊരു എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പാണിനി, പതഞ്ജലി, ഭർതൃഹരി എന്നുള്ള റൈറ്റേഴ്സ് അവരൊക്കെ ബേസിക്കലി സാൻസ്ക്രിറ്റ് റൈറ്റേഴ്സാണ്. അപ്പം ഇന്ത്യയുമായിട്ട് വളരെ
ഏറെ ബന്ധമുള്ളൊരു ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ ഈ ഇന്ത്യൻ ലിറ്ററേച്ചറിനകത്ത് സാൻസ്ക്രിറ്റിനായിരുന്നു എപ്പോഴും പ്രാധാന്യം കൊടുത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഇമ്പീരിയലിസ്റ്റിക് കൺട്രോൾ അക്വയർ ചെയ്യുന്ന സമയത്ത് ഈ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിനെ വളരെ യുണീക്ക് പ്ലേസ് ആയിട്ടാണ് ഇതിൻ്റെ ഒരു ഡൈവേഴ്സ് നേച്ചർ കൊണ്ട് നമ്മുടെ യൂറോപ്യൻസ് ഇൻഡോളജിസ്റ്റും സ്കോളേഴ്സും ഒക്കെ കാണുന്നത്. So when it comes to defining what constitutes Indian literature, Indologists chose one or a few of the best Indian language. അതിലാണ് ഞാൻ ഈ പറഞ്ഞ സാൻസ്ക്രിറ്റിനെയൊക്കെ അവർ കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. 1-2 ഇന്ത്യൻ ലാംഗ്വേജസിലെ വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജസിനായിരിക്കും എപ്പോഴും അവരെന്ത് ചെയ്യുന്നത്, നോട്ടീസ് ചെയ്യുന്നതും അവർ അതിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ലൈക്ക് ദിസ് അവർ കരുതുന്നത് ദാറ്റ് ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ ഒരു സിനോണിമസ് എന്ന് പറയുന്നതാണ് ഈ സാൻസ്ക്രിറ്റ്, ഒരു സിനോണിമാണ് ഈ സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ എന്നാണ് അവർ കരുതുന്നത്. അപ്പം ഇങ്ങനൊരു യൂറോപ്യൻ ബിലീഫ് ഉള്ളത് കൊണ്ട് തന്നെ അവരെല്ലാം മറ്റ് റീജിയണൽ ലിറ്ററേച്ചർ, അതായത് ഉറുദു ആയിക്കോട്ടെ, ബംഗാളി അല്ലെങ്കിൽ ഹിന്ദി, അതെല്ലാം അവരെന്ത് ചെയ്യുന്നു, അവോയ്ഡ് ചെയ്യണം. ദേ ആർ ഇഗ്നോറിങ് ഓൾ സച്ച് ലിറ്ററേച്ചർ ആൻഡ് ഫോക്കസ്ഡ് ഓൺലി ഇൻ സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ. അക്കോർഡിംഗ് ടു പി രവീന്ദ്രൻ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു സ്ട്രോങ് തിയററ്റിക്കൽ ഐഡിയ നമ്മുടെ ഇന്ത്യൻ ലിറ്ററേച്ചറിന് ഇല്ല. അതുകൊണ്ട് മറ്റ് വെസ്റ്റേൺ ഇൻഡോളജിസ്റ്റുകളാണ് ഇന്ത്യൻ ലിറ്ററേച്ചറിനെ കുറിച്ച് കുറച്ച് വർക്കുകളൊക്കെ ഇടുന്നത്. അതായത് ഗാഡ്സൺ ഡി ടാസി, പിന്നെ ആൽബ്രക്ട് വെബർ, മൗറീസ് വിന്റർനെറ്റ്സ്. അപ്പോൾ ഇവരൊക്കെയാണ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചറിനെ കുറിച്ച് വർക്ക് എഴുതുന്നത്. ഹിന്ദുസ്ഥാനി, ഹിന്ദു അങ്ങനത്തെയൊക്കെ വർക്കുകൾ എഴുതുന്നത്. So the Western Indologists who were interested in the Indian literature would bring down or write about the constitution of Indian literature up to the first quarter of the 20th century. അപ്പോൾ ഈ 20th centuryക്ക് ശേഷമാണ് that the Indian writers are writing and becoming interested in this. അപ്പം 20th century വരെ നമ്മളറിയാം ഈ വെസ്റ്റേൺ ആളുകളാണ് ഇതിനെല്ലാം ഫോക്കസ് കൊടുത്തിരുന്നത്. 20th century ആയപ്പോഴത്തേക്കും, അതായത് ആ ഒരു പീരീഡിന് ശേഷം നമുക്ക് മനസ്സിലാവുന്നത് ഇന്ത്യൻ റൈറ്റേഴ്സിന് ഈ ഒരു റൈറ്റിങ്സിലും അവരുടെ ലിറ്ററേച്ചറിലൊക്കെയുള്ള ഇൻട്രസ്റ്റ് കൂടാൻ തുടങ്ങുന്നത്. അങ്ങനെ സം ഓഫ് ദി ഇന്ത്യൻ സ്കോളേഴ്സ് നമ്മുടെ ഇന്ത്യൻ ലിറ്ററേച്ചറിനെ തിയറൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ KR ശ്രീനിവാസ അയ്യങ്കാർ, ശ്രീ അരബിന്ദോ ഘോഷ് നമുക്കറിയാം, കൃഷ്ണ കൃപാലിനി, ഇവരൊക്കെയാണ് കുറച്ച് ആദ്യ കാലഘട്ടത്തിൽ ഈ ഒരു ഇന്ത്യൻ ലിറ്ററേച്ചറിനെ തിയററ്റൈസ് ചെയ്യാൻ ശ്രമിക്കുന്നവർ. ഈ ഒരു സമയത്തുള്ള എല്ലാ മൂവ്മെൻറ്റ്സും, ഇൻക്ലൂഡിങ് ദ റിഫോമിസ്റ്റ് ആയിക്കോട്ടെ, നാഷണലിസ്റ്റ് ആയിക്കോട്ടെ, മോഡേണിസ്റ്റ് മൂവ്മെൻ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം ഈ ഒരു ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ ആ ഒരു ഇന്ത്യൻ എന്ന് പറയുന്ന നേഷനെ യൂണിഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഫോഴ്സ് ആയിരുന്നു ഈ ഒരു മൂവ്മെൻറ്റ്സുകളെല്ലാം തന്നെ. ദ സാഹിത്യ അക്കാദമി പ്രൊപ്പഗേറ്റഡ് ദ ഐഡിയ ഓഫ് യൂണിറ്റി ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ ബൈ യൂസിങ് ദ സ്ലോഗൻ. അപ്പോൾ സാഹിത്യ അക്കാദമി തന്നെ ഈ ഒരു ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ ഒരു യൂണിറ്റി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്ന ഒരു സ്ലോഗൻ ആയിരുന്നു ഇന്ത്യൻ ലിറ്ററേച്ചർ ഈസ് വൺ ദോ റിട്ടേൺ ഇൻ മെനി ലാംഗ്വേജസ്. അതായത് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊന്നാണ്, അത് പല ഭാഷകളിൽ എഴുതിയേക്കാണ്. അതിപ്പം സാൻസ്ക്രിറ്റ് ആയിക്കോട്ടെ, ബംഗാളി ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, ഉറുദു ആയിക്കോട്ടെ, തമിഴ് ആയിക്കോട്ടെ, ഏത് ഭാഷയാണെങ്കിലും ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഒന്നാണ്. അത് പക്ഷേ എഴുതിയേക്കുന്നത് പല ഭാഷകളിലായിരിക്കാം. അതായിരുന്നു ഈ സാഹിത്യ അക്കാദമി എന്ത് ചെയ്യുന്നത്, ഈ ഒരു യൂണിഫൈങ് ഫോഴ്സ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നൊരു സ്ലോഗൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പ്രൊമോട്ട് ചെയ്ത് ഈ ഒരു ആ ഒരു ജേർണലിൻ്റെ പേരെന്ന് പറയുന്നത് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് തന്നെയായിരുന്നു. സാഹിത്യ അക്കാദമിയുടെ ആ ഒരു ജേർണലിൻ്റെ നെയിം തന്നെ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്നായിരുന്നു. സോ നമുക്കറിയാം ദാറ്റ് ഇന്ത്യ ഈസ് എ കൺട്രി വെയർ പീപ്പിൾസ് ഐഡൻറ്റിറ്റീസ് ആർ മൾട്ടി ലെയർഡ്. ഒരു സിംഗിൾ ഐഡൻറ്റിറ്റി അങ്ങനത്തെ രീതിയിലല്ല നമ്മുടെ ഇന്ത്യൻസ് എന്ന് പറയുന്നത്. ദെയർ ഡെയിലി ആക്ടിവിറ്റീസ് അല്ലെ പ്രൊഫഷൻസ് എല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത് പല ഫാക്ടേഴ്സാണ്. റിലീജിയൻ ആയിക്കോട്ടെ, കാസ്റ്റ്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻസ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് അവരുടെ ഒരു സെൻസിറ്റീവ് ഇഷ്യൂസാണ്. അപ്പം ഇന്ത്യൻ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഇന്ത്യൻ പീപ്പിളിന് തന്നെ പല ഐഡൻറ്റിറ്റീസ്, അവർ പല സിറ്റുവേഷൻ, അവർക്ക് ഡിഫറെൻറ്റ് കസ്റ്റംസ് ഉണ്ട്, ട്രഡീഷൻസ് ഉണ്ട്, ദ കൾച്ചേഴ്സ് വിച്ച് ദേ ഫോളോ, ദ ലാംഗ്വേജ് ദേ യൂസ്. ഇങ്ങനെയെല്ലാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡൈവേഴ്സ് നേഷനാണ്. ഇതെല്ലാം അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇവിടെ ഈ കുറച്ച് ലാംഗ്വേജിനെ മാത്രം ഫോക്കസ് ചെയ്താൽ നമ്മുടെ ഒരു സ്ട്രോങ് ഒരു ക്ലാസിക് നമ്മുടെ ഒരു റെപ്രസെൻറ്റേഷൻ ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞൊരു കാര്യം നമുക്ക് കാണിക്കാനും പാടായിരിക്കും. കാരണം അതിൽ പല ഭാഷകളിൽ പല അസാധ്യമായ വർക്കുകളുണ്ട്. അപ്പം നമുക്ക് അതിനെ ഒന്നും തന്നെ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ആൻഡ് ഡ്യൂറിങ് ദ 19th century we can see that a lot of events happened. 19th century പല ഇവൻറ്റ്സ് നടക്കുന്നുണ്ട്. ഇപ്പോൾ കൊളോണിയലിസ്റ്റ് ആൻഡ് ക്യാപിറ്റലിസ്റ്റ് പീരീഡ് ആയിക്കോട്ടെ, എക്സ്പാൻഷൻ ഓഫ് സോഷ്യൽ റിഫോം ആയിക്കോട്ടെ, ഫ്രീഡം സ്ട്രഗിൾസ് ആയിക്കോട്ടെ, ഇതെല്ലാം 19th century നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിലെല്ലാം വിച്ച് ലെഡ് ടു ദ കൺട്രീസ് ഇൻഡിപെൻഡൻസ്, അതെല്ലാം ഈ ഒരു പീരീഡിലാണ് നടക്കുന്നത്. സോ ഈ ഒരു ദിസ് ടൈം മോഡേണൈസേഷൻ ഓഫ് സൊസൈറ്റി ഓൾസോ ഹാപ്പൺ. ഈ ഒരു സമയത്താണ് നമ്മുടെ സൊസൈറ്റിയിൽ മോഡേണൈസേഷൻ നടക്കുന്നത്. സോ ഇംഗ്ലീഷ് സ്റ്റഡീസ് പ്രോഗ്രാം എക്സ്പാൻഡഡ്,
നമുക്കറിയാം പ്രിന്റ് കൾച്ചർ വരുന്നുണ്ട്. പീപ്പിൾ ബിഗാൻ ടു റീഡ്. ഒരുപാട് ആളുകൾക്ക് ഈ പ്രിന്റിങ്ങും ബുക്ക് ആക്സസും ഒക്കെ വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ ബുക്ക് വായിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ലെഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് ദി സ്കോളർഷിപ്പ് ഇൻ ഇന്ത്യൻ ലിറ്ററേച്ചർ. അപ്പോൾ ഇത് തന്നെ എന്താണ് ഇതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മുടെ ഇന്ത്യൻ ലിറ്ററേച്ചറിലുള്ള റീഡേഴ്സും ആ ഒരു ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ ഡെവലപ്മെൻറ്റും ഒക്കെ നമുക്ക് ഈ ഒരു പീരീഡിൽ കാണാൻ സാധിക്കും. പിന്നെ പറയുന്ന അതിൽ നമ്മൾ ശേഷം പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഓറിയന്റലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഈ ഒരു എസ്സേയിൽ ഡിസ്കസ് ചെയ്യുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഈ ഓറിയന്റലിസം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് ദി കൾച്ചർ, ലാംഗ്വേജ് ആൻഡ് ദി പീപ്പിൾ ഓഫ് ദി ഈസ്റ്റേൺ സൊസൈറ്റി ബൈ ദ വെസ്റ്റേൺ സ്കോളേഴ്സ്. ഈസ്റ്റേൺ സൊസൈറ്റിയുടെ കൾച്ചറും ലാംഗ്വേജും അവിടുത്തെ ആളുകളെ കുറിച്ചെല്ലാം വെസ്റ്റേൺ സ്കോളേഴ്സ് പഠിക്കുന്ന ഒരു സ്റ്റഡിയാണ് ഓറിയന്റലിസം നമ്മൾ പറയുന്നത്. സോ ഹിയർ എ ലോഡ് ഓഫ് യൂറോപ്യൻസ് ഓറിയന്റലിസ്റ്റ് carried out enormous amount of research on it. നമുക്കറിയാം, നമ്മൾ മുന്നേ തന്നെ പറഞ്ഞു അവരുടെ റൈറ്റിങ്സ് ഒക്കെ കുറേ പേര് ഇന്ത്യൻ ലിറ്ററേച്ചറിനെ കുറിച്ച് എഴുതിയേക്കുന്ന ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്ന വർക്കുകളെ കുറിച്ച്. അപ്പോൾ നിരവധി അങ്ങനത്തെ യൂറോപ്യൻ സ്കോളേഴ്സ് നമ്മുടെ ഇന്ത്യൻ ലിറ്ററേച്ചറിനെ കുറിച്ച് റിസർച്ച് നടത്തുന്നുണ്ട്. ബട്ട് ദേ ഡിവൈഡഡ് ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ ഇൻ 3 categories. അവർ ഡിവൈഡ് ചെയ്ത ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന 3 categories ആണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഹിന്ദു ഏൻഷ്യൻറ്റ് ഇന്ത്യ, പിന്നെന്ന് പറഞ്ഞാൽ മുസ്ലിം ഡൊമിനേറ്റഡ് ആയിട്ടുള്ള ഒരു മിഡീവൽ ഇന്ത്യ, പിന്നെ ബ്രിട്ടീഷ് ഡിസൈൻഡ് ആയിട്ടുള്ള മോഡേൺ ഇന്ത്യ. അതായത് ബ്രിട്ടീഷ് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഒരു ക്രിസ്ത്യാനിറ്റിയിലുള്ളൊരു മോഡേൺ ഇന്ത്യ. ഇങ്ങനെയാണ് അവർ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ഇന്ത്യൻ്റെ 3 കാറ്റഗറി എന്ന് പറയുന്നത്. സോ ദെയർ ഓറിയന്റലിസ്റ്റ് റൈറ്റേഴ്സ് ഗേവ് ഇമ്പോർട്ടൻസ് ഓൺലി ടു ദ സാൻസ്ക്രിറ്റ് ആൻഡ് ഇഗ്നോർഡ് ഓൾ അതർ റൈറ്റേഴ്സ്. അപ്പം ലിറ്ററേച്ചേഴ്സ് എല്ലാവരും ഇഗ്നോർ ചെയ്യുകയാണ്. സോ ദ ഓറിയന്റലിസ്റ്റ് refused to recognize the value and authenticity of the several kinds of modern literature in Indian languages. അതായത് they were refused to, അവർക്ക് മറ്റ് ലാംഗ്വേജ് ഇന്ത്യൻ ലാംഗ്വേജസിലുള്ള വർക്കിൻ്റെ ഒത്തൻറ്റിസിറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മേന്മയോ വാല്യൂ ഒന്നും നമ്മുടെ ഈ വെസ്റ്റ് യൂറോ സ്കോളേഴ്സ് കാണാൻ ശ്രമിക്കുന്നില്ല. ദേ റിഫ്യൂസ് ടു റെക്കഗ്നൈസ് ഇറ്റ് എന്നാണ് പറയുന്നത്. So the Orientalists were against the introduction of English in India in place of Sanskrit and Persian. The history of Indian literature നമുക്ക് അറിയാം. In English would reveal that all early Indian English writers suffered from a sense of divided linguistic identity. നമുക്കറിയാം എന്താണ് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സിൻ്റെ ഒരു വളരെ സഫർ ചെയ്തിരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അവരുടെ ഡിഫറെൻറ്റ് ലിംഗ്വിസ്റ്റിക് ഐഡൻറ്റിറ്റി ആയിരുന്നു. അതായിരുന്നു അവർക്കുള്ളൊരു ബുദ്ധിമുട്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഈവൻ ദോ ദ ഇന്ത്യൻ റൈറ്റേഴ്സ് വെയർ അഗൈൻസ്റ്റ് ദ കോളനൈസേഴ്സ്. അതായത് നമുക്കറിയാം ഒരു ബ്രിട്ടീഷ് ഇന്ത്യക്കാരുടെ മുകളിൽ പവർ എടുക്കുന്നതും ആ സമയത്ത് നമ്മുടെ ഇന്ത്യൻ റൈറ്റേഴ്സ് എല്ലാം അതിനെതിരെ ഇരുന്ന വർക്കുകൾ പോലും കോളനൈസേഴ്സിന്റെ ലാംഗ്വേജ് ആണ്. കോളനൈസേഴ്സിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഇംഗ്ലീഷ്. അപ്പോൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് പോലും അവരുടെ ലാംഗ്വേജിലായിരുന്നു ബിക്കോസ് ഓഫ് ദിസ് ഡിവൈഡഡ് ലിംഗ്വിസ്റ്റിക് ഡിഫിക്കൽറ്റി. സോ P.P. Raveendran അതിനുശേഷം പറയുന്നത് എന്താണ്? ഈവൻ ദോ ഇന്ത്യൻ റൈറ്റേഴ്സ് ഹാവ് ഡൗട്ട് അബൌട്ട് യൂസിങ് ദ കോളനൈസേഴ്സ് ലാംഗ്വേജ് ടു റൈറ്റ് ദെയർ വർക്ക്, some writers of the post-independence India like Rushdie used English and proved that this language can be used for their creative expression. കുറേ റൈറ്റേഴ്സ് എല്ലാം ഡൗട്ട്ഫുള്ളിയാണ് കോളനൈസേഴ്സിൻ്റെ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. പക്ഷേ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ കുറച്ച് റൈറ്റേഴ്സ് ആയിട്ടുള്ള സൽമാൻ റുഷ്ദിയെ പോലുള്ളവർ ഇംഗ്ലീഷിനെ ഉപയോഗിച്ചിട്ട് അവർ പറയുന്നത് ഇംഗ്ലീഷ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ലാംഗ്വേജ് ഫോർ ദ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ എന്നാണ് പറയുന്നത്. O.V. വിജയനെ കുറിച്ച് നമ്മൾ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് O.V. വിജയൻ എന്ന് പറഞ്ഞാൽ ഹി വാസ് എ ഗ്രേറ്റ് റൈറ്റർ ഹു ഓൾവേസ് ആർഗ്യൂഡ് ദാറ്റ് വൺ നോസ് എ റീജിയൻ ബൈ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓർ ഫോം. അതായത് ഒരു റീജിയനെ നമ്മൾ അറിയുന്നത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും അതിൻ്റെ ഫോംസോട് കൂടിയാണ് എന്നാണ് O.V. വിജയൻ പറയുന്നത്. P.P. Raveendran ഇവിടെ പറയുന്നത് ലാംഗ്വേജ് ഇസ് എ സിസ്റ്റം ഓഫ് മെറ്റഫേഴ്സ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ മെറ്റഫർ ഫോർ എ സിസ്റ്റം ദാറ്റ് ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ എ പ്ലേസ്. That is, one is known by the language one speaks, and this is the reason why theorists argue that language is ideological. അതായത് ഒരാൾ അറിയപ്പെടുന്നത് അയാളുടെ സംസാരിക്കുന്ന ഭാഷയിൽ നിന്നാണ്. That language is your identity എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. Since language is ideological, even though we can talk about Hindu literature, we can't talk about Indian literature as anything. So, other than as Sanskrit literature, as many other Orientalists did, or as an Indian English literature, as several present-day Western critics did. So most of the Indian scholars നമുക്ക് കാണാൻ സാധിക്കും of the 20th century എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്താണ്? ഇറ്റ് ഈസ് ടു ഇലാബറേറ്റ് ദ കോൺസെപ്റ്റ് ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ. അതായത് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്നുള്ള കോൺസെപ്റ്റിനെ ഇലാബറേറ്റ് ചെയ്യാൻ, അതിനെ കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്യാനായിരുന്നു പല ഇന്ത്യൻ സ്കോളേഴ്സും 20th സെഞ്ച്വറിയിൽ ശ്രമിച്ചുകൊണ്ടിരുന്നത്.
എന്തൊക്കെയാണ് അവർ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ ആഗ്രഹിച്ചിരുന്നത്? ദ ഐഡിയ ഓഫ് നാഷണലിസം, പേട്രിയോട്ടിസം ആൻഡ് ദ സെൻസ് ഓഫ് കൾച്ചറൽ ഐഡന്റിറ്റി. അപ്പം ഇതൊക്കെയായിരുന്നു ഒരു നാഷണലിസ്റ്റിക് സ്പിരിറ്റ് അല്ലെങ്കിൽ ഒരു യൂണിറ്റി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാമാണ് ഈ ഒരു റൈറ്റേഴ്സ് ഈ വർക്കുകളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. സോ ദെയർ വാസ് എ ക്രിറ്റിസിസം ദാറ്റ് ദ nationalists of the 20th century were operating within the conceptual framework of the Indian nation, and the nationalists of the 20th century elaborated the frameworks as India is a landmass of divided interest in the present but connected by a common and glorious past. അതായത് നമുക്കറിയാം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ലാൻഡ് മാസ്, അതായത് വളരെ വളരെ വലിയൊരു കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. വിത്ത് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ്, പല ആളുകൾക്ക് പല കൾച്ചറും പല ഇൻട്രസ്റ്റുകളൊക്കെയാണ്, പക്ഷെ അവരെല്ലാം ഒരുമിപ്പിച്ച് നിർത്തുന്നത് ദേ ഹാവ് വിത്ത് എ കോമൺ ഗ്ലോറിയസ് പാസ്റ്റ് ആണ്. Indian literature then is both the product of this constructed past and an active agent in the construction of that past. So modernity is often regarded as a mindset rather than a physical condition or a mindset emerging from a physical condition. അപ്പോൾ മോഡേണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫിസിക്കൽ കണ്ടീഷൻ്റെ ഒരു മൈൻഡ് സെറ്റിനെയാണ്, മോഡേണിറ്റി എന്ന് പറയുന്നത് ഒരു മൈൻഡ് സെറ്റിനെ എന്നാണ് പറയുന്നത്. ഈസ് എ മൈൻഡ് സെറ്റ് റാദർ ദാൻ എ ഫിസിക്കൽ കണ്ടീഷൻ, അല്ലെങ്കിൽ ഫിസിക്കൽ കണ്ടീഷൻ മൂലം ഉണ്ടായ ഒരു മൈൻഡ് സെറ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്തിനെ? മോഡേണിറ്റി. സോ ഈ ഒരു മോഡേണിറ്റി എന്തൊക്കെ വെൽക്കം ചെയ്യും? ഇറ്റ് വെൽക്കംസ് ദ ചേഞ്ച്, ഗ്രോത്ത് ആൻഡ് പ്രോഗ്രസ് ഇൻ ദ സൊസൈറ്റി. നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ നടക്കുന്ന എന്ത് ചേഞ്ചിനെയും ഗ്രോത്തിനെയും എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ ഒരു മോഡേണിറ്റി റിമൂവ്സ് ദ ഡിസ്റ്റിങ്ഷൻ. നമുക്കറിയാം എന്തൊക്കെയാണ്? കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ക്ലാസ് ഡിസ്ക്രിമിനേഷൻ, റേസ് ഡിസ്ക്രിമിനേഷൻ, ജെൻഡർ, ലാംഗ്വേജ്, നാഷണാലിറ്റി, ഇതിനെല്ലാം ഈ മോഡേണിറ്റി ഇറേസ് ചെയ്യുന്നു എന്നാണ്, റിമൂവ് ചെയ്യുന്നു എന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. ഈ മോഡേണിറ്റിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ട്രഡീഷൻ എന്ന് പറയുന്നത്. ട്രഡീഷൻ എപ്പോഴും ഈ കാര്യങ്ങളെല്ലാം അപ്ഹോൾഡ് ചെയ്യുന്നതാണ്. ആൻഡ് ട്രഡീഷൻ ഇസ് ജസ്റ്റ് ദ ഓപ്പോസിറ്റ് ഓഫ് മോഡേണിറ്റി ആൻഡ് എപ്പിറ്റമൈസസ് ഇഗ്നറൻസ്, ചേഞ്ച്ലെസ്നെസ്, നാരോ മൈൻഡഡ് ആയിരിക്കും ഈ ഒരു ട്രഡീഷണൽ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്താന്ന് പറയുന്നത്? മോഡേണിറ്റി എന്ന് പറയുന്നത്. സോ വെൻ ദ ബ്രിട്ടീഷ് കോളനൈസ്ഡ് ട്രഡീഷണൽ ഇന്ത്യ, when the British colonized this traditional India, they considered it their responsibility to civilize Indians. അപ്പോൾ അവർ കരുതുന്നതാണ് ഇന്ത്യൻസിനെ സിവിലൈസ്ഡ് ആക്കണം എന്നുള്ളത്. So even though we say that Indian literature is one written in many languages and that India's unity lies in its diversity, the genealogy of Indian literature doesn't prevent the presence of myth, legend and even patterns of narration of stories which prevailed in literature of India for a long time and bound the literatures of India together. അതായത് നമ്മൾ പറയുന്നുണ്ട്, അതായത് ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ ലിറ്ററേച്ചറാണ്, പല ലാംഗ്വേജിൽ എഴുതിയതാണ്. പിന്നെ ഇന്ത്യയുടെ യൂണിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡൈവേഴ്സിറ്റിയിലാണ് എന്നൊക്കെ നമ്മൾ ഹിസ്റ്ററിക്കകത്തും എല്ലാം നമ്മൾ എപ്പോഴും പറഞ്ഞ് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ എന്നാൽ പോലും ഇന്ത്യൻ ലിറ്ററേച്ചർ, ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചറിൽ അവരൊരിക്കലും മിത്തിൻ്റെ പ്രസൻസ്, മിത്ത് അല്ലെങ്കിൽ ലെജൻസിൻ്റെ അല്ലെങ്കിൽ നറേഷൻ പാറ്റേൺസിൻ്റെ പ്രസൻസും എല്ലാം അങ്ങനെ റിമൂവ് ചെയ്യുന്നില്ല. അതെല്ലാം അങ്ങനെ കീപ്പ് ചെയ്ത് ഒരു ഫോർ എ ലോങ് ടൈം അതിനെ പ്രിസർവ് ചെയ്യുന്നത് നമുക്ക്, അല്ലെങ്കിൽ അത് ആ ഒരു പർട്ടിക്കുലർ കാര്യം തന്നെയാണ് ഇന്ത്യൻ ലിറ്ററേച്ചറിനെ ബൗണ്ട് ചെയ്തതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ദ സാൻസ്ക്രിറ്റ് സ്റ്റോറീസ് ഇൻ പഞ്ചതന്ത്ര, ദ എപ്പിക്സ് ഓഫ് രാമായണ ആൻഡ് മഹാഭാരത, the Silapatikaram, etc. were some works which circulated in India in all languages and inspired many writers. നമുക്കറിയാം വിഷ്ണു ശർമ്മയുടെ പഞ്ചതന്ത്ര ആയിക്കോട്ടെ, രാമായണ, മഹാഭാരത, അതൊക്കെ ആ വർക്കുകളെല്ലാം ഒട്ടനവധി ലാംഗ്വേജസിലേക്ക്, ഇന്ത്യയിൽ തന്നെ ഒരുവിധം എല്ലാ ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത വർക്കുകളാണ്. അപ്പം അത് ഒരുപാട് റൈറ്റേഴ്സ്, ഈവൻ ഇൻ ദ ഈസ്റ്റേൺ ഓർ ദ വെസ്റ്റേൺ റൈറ്റേഴ്സിനെ പോലും ഇൻഫ്ലുവൻസ് ചെയ്ത ക്ലാസിക് വർക്കുകളാണ് നമ്മുടെ രാമായണ, മഹാഭാരത, പഞ്ചതന്ത്ര, ശിലപ്പതികാരം, അങ്ങനത്തെ വർക്കുകളെന്നെല്ലാം എന്നാണ് ഇവിടെ പറയുന്നത്. And in the medieval times, the Tamil and Kannada Bhakti tradition of writing spread from the southern region of India towards the northern part of the country. അതായത് കന്നഡയിലും തമിഴിയൻ കൾച്ചറിലും കാണുന്ന ഒരു ട്രഡീഷനാണ് ഭക്തി ട്രഡീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ സതേൺ പാർട്ടിൽ നിന്നും അതും നോർത്തേൺ പാർട്ടിലേക്ക് ഫ്ലീ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ പറയുന്ന ലാസ്റ്റ് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി എസ് നമുക്ക് മനസ്സിലാവും, ഇവിടെ പറയുന്നത് എ നേഷൻ ഷുഡ് ഹാവ് ആൻ ആർമി ആൻഡ് എ കറൻസി, ഇറ്റ് ഓൾസോ ഷുഡ് ഹാവ് ഇറ്റ്സ് ഓൺ ലിറ്ററേച്ചർ. അതായത് ഒരു നേഷന് സ്വന്തമായിട്ട് ഒരു ആർമി, ഒരു കറൻസി മാത്രം പോരാ, അത് വേണം, അതിൻ്റെതായ സ്വന്തമായ ഒരു ലിറ്ററേച്ചർ വേണം. കാരണം ദാറ്റ് ലിറ്ററേച്ചർ ക്രിയേറ്റ്സ് ദ ഐഡൻറ്റിറ്റി ഓഫ് ദാറ്റ്
കൺട്രി എന്നാണ് പൊതുവെ പറഞ്ഞത്. ആ ഒരു ലിറ്ററേച്ചർ എന്ന് പറയുന്നതാണ് ഒരു കൺട്രിയുടെ ഒതൻറ്റിസിറ്റി, അല്ല ഒരു കൺട്രിയുടെ എന്തിനാണ് അതിൻ്റെ ഒരു വാല്യൂ എന്നുള്ള അതിൻ്റെ ഒരു ആസ് എ ജെം നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ ആ ഒരു കൺട്രിക്ക് ഒരു ലിറ്ററേച്ചർ വേണമെന്നാണ് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു P.P. രവീന്ദ്രൻ, അദ്ദേഹം പറയുന്നത് Indian literature can't be presented as the expression of an essential Indian spirit or of a commonly shared sensibility because the nation in question will not be stable. So some of the writers from various Indian languages, അതായത് സാദത്ത് ഹസൻ മാൻഡോ ആയിക്കോട്ടെ, മഹാശ്വേത ദേവി, നമ്മളിപ്പോൾ ഒരു വർക്ക് നമ്മുടെ ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് മഹാശ്വേത ദേവിയുടെ ഒരു വർക്ക് കാണാൻ സാധിക്കും. വൈക്കം മുഹമ്മദ് ബഷീർ ആയിക്കോട്ടെ, ശശി തരൂർ ആയിക്കോട്ടെ, ഇങ്ങനെ ഒട്ടനവധി ഇന്ത്യൻ റൈറ്റേഴ്സ്, വേരിയസ് ഇന്ത്യൻ ലാംഗ്വേജസിലുള്ള റൈറ്റേഴ്സ് നമുക്കിപ്പോൾ ഉണ്ട്. So the writer says that no one would ever dare to talk about an essential Indian spirit running through the works of these writers who have same nationality but whose histories, context, അപ്പം ആരും ഒരു കോമൺ ഇന്ത്യൻ സ്പിരിറ്റ് കാണും. പക്ഷെ ഇവരുടെ എല്ലാം വർക്കിൽ ഈവൻ ദോ ദെയർ നാഷണാലിറ്റി ആർ സെയിം, അവരെല്ലാം ഇന്ത്യൻസ് ആണെങ്കിൽ പോലും അവരുടെ ഹിസ്റ്ററീസ്, അവരുടെ മൈൻഡ് സെറ്റ്, അവരുടെ എക്സ്പീരിയൻസ് അതെല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത്, അവർക്കൊരു ഒരു ഇന്ത്യൻ സ്പിരിറ്റ് ഓഫ് റൈറ്റിംഗ് കാണും, പക്ഷെ എന്നാൽ പോലും ഇറ്റ് വോണ്ട് ബി ദ സെയിം എന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. സോ ഇഫ് എനി വൺ സ്റ്റിൽ വോണ്ട്സ് ടു ടോക്ക് അബൌട്ട് എ കോമൺ ഇന്ത്യൻ ലിറ്ററേച്ചർ വിത്ത് റെഫറൻസ് ടു ദീസ് റൈറ്റേഴ്സ്, വൺ മൈറ്റ് സേ ദാറ്റ് ദീസ് റൈറ്റേഴ്സ് ആർ ഡിവൈഡഡ് ബൈ ദ സെയിം ലിറ്ററേച്ചർ എന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ, ഒരു കോമൺ ഇന്ത്യൻ ലിറ്ററേച്ചർ കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ് P.P. രവീന്ദ്രൻ പറയുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് ഇന്ത്യൻ ലിറ്ററേച്ചർ ആൻഡ് difficulty of writing an Indian literature, which is as old as the paintings as mentioned by P.P. Raveendran. So this is all about the Indian literature, the Genealogies of Indian literature written by P.P. Raveendran, which discusses the difficulty to define and understand Indian literature. So hope you all got a clear idea of this particular essay, and if you have any doubt, you can send an email which is given in the description box, and I'll share the notes through that email ID. So see you all. Take care.